ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷൈനിങ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഇലച്ചെടിയെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ഇലച്ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലങ്ങളിൽ കണ്ടുവരുന്ന നമ്മളെ ക്രോട്ടോൺ എന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റിയാണ്. ക്രോട്ടോൺ വെറൈറ്റികൾ തന്നെ പല ഡിസൈനിലും പല നിറങ്ങളിലും അതേപോലെ ഇലകളുടെ ആകൃതിക്കനുസരിച്ചൊക്കെ വ്യത്യസ്തമുള്ള പല രീതിയിലുള്ള ക്രോട്ടോൺ ചെടികളുണ്ട്. അത്തരത്തിൽ കുറച്ച് വെറൈറ്റി കളക്ഷൻസാണ് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ ഗാർഡനിലൊക്കെ ഇപ്പം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, നേഴ്സറിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു വെറൈറ്റികൾ തന്നെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ലീഫുകൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ ലീഫിങ്ങൊക്കെ ചെയ്ത് വളർത്തുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഭംഗിയുള്ള സ്ഥലത്തൊക്കെ ഈ ചെടികൾ നട്ടു കൊടുക്കുക. അത്യാവശ്യം വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ചെടികൾ വയ്ക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലീഫിന് ആ ഒരു വാരിഗേറ്റഡ് വെറൈറ്റിയും നിറമൊക്കെ ലഭിക്കുന്നതാണ്. ചെടിയുടെ മറ്റൊരു പ്രത്യേകത, നമ്മൾ വേനൽക്കാലത്തായാലും അധികം നനയ്ക്കൊന്നും വേണ്ട, അധികം നനയൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് കുറഞ്ഞ കെയറിങ് മാത്രം മതി എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇൻഡോറൊക്കെ ആയിട്ട് നമ്മൾ ഈ ചെടികൾ വയ്ക്കുമെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു വെളിച്ചം കിട്ടുന്ന ഏരിയയിലാകുമ്പോൾ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടും അതേപോലെ ലീഫുകളൊക്കെ നല്ല കളറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻഡോറായിട്ട് വെക്കുന്നതിനൊക്കെ നല്ല നമ്മൾ ഔട്ട്ഡോറായിട്ട് ഇതേപോലെ നമുക്ക് ചട്ടികളിലും നിലത്തും ഒക്കെ വെച്ചെടുക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ് ഈ കാണുന്നതൊക്കെ. ഈ ചെടിയുടെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തണ്ട് മുറിച്ച് നട്ടിട്ടാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക. എന്നാൽ നമുക്ക് 100% നമുക്ക് ഒരു ചെടി പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എയർ ലെയറിംഗ് ഒക്കെ ചെയ്ത് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് മുറിച്ച് നടുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. ഇല്ലെങ്കിൽ നമ്മൾ തണ്ട് മുറിച്ച് നട്ട് കോമൺ ആയിട്ട് നടുന്ന രീതിയിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വേര് പിടിച്ച് കിട്ടും. ഒരു ചെറിയൊരു പോട്ടിൽ നമുക്ക് അത്യാവശ്യം ചാണകപ്പൊടിയും മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടാൽ തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതാണ്. മറ്റൊരു രീതിയാണ് നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ. വെള്ളത്തിൽ നമ്മൾ ഇത് തണ്ടുകൾ മുറിച്ച് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ വേര് പിടിച്ച് കിട്ടും. അങ്ങനെ വേര് പിടിച്ച പ്ലാന്റുകൾ നമുക്ക് പുതിയ ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ പ്ലാന്റിൻ്റെ ലീഫുകൾ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേരുകളുണ്ടാവും. പക്ഷേ ലീഫ് പ്രൊപ്പഗേറ്റ് പുതിയ തൈകൾ കിട്ടാൻ സാധ്യത കുറവാണ്. ലീഫുകൾ നമ്മൾ വെള്ളത്തിൽ ഒരു ഇൻഡോറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ്. നല്ല കളറുള്ള ലീഫുകൾ നോക്കിയിട്ട് നമുക്ക് ചെറിയ ഗ്ലാസ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ വേര് പിടിച്ച് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ചെടിയുടെ മറ്റൊരു പ്രത്യേകത തന്നെ ലീഫുകൾക്ക് ഏത് നിറത്തിലുള്ള ലീഫുകളും നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ അവൈലബിൾ ആണ്. നമുക്ക് കാണാൻ നല്ല കൗതുകം തോന്നിക്കുന്ന തരത്തിലുള്ള പല വെറൈറ്റികളും ഈ ഒരു ക്രോട്ടോൺ വെറൈറ്റിയിലുണ്ട്. കണ്ടാൽ നമ്മൾ നിസ്സാരക്കാരനാണെങ്കിൽ നമ്മളെ എല്ലാ പൂന്തോട്ടങ്ങളിലും ഈ ഒരു പ്ലാന്റ് ഒരു പ്രധാനി തന്നെയാണ്. 6-7 അടി ഹൈറ്റിലൊക്കെ ഈ ചെടികൾ വളരുന്നുണ്ട്. ഒരു കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ വളരുന്നതനുസരിച്ച് ഒന്ന് ബ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പായിട്ട് നിൽക്കുകയും ചെയ്യും. കറക്റ്റ് ടൈമിൽ നമ്മൾ ബ്രൂൺ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ക്രോട്ടോൺ ചെടികളുടെ ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് 3, 4, 5 വെറൈറ്റികളൊക്കെ നമുക്ക് ബഡ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഒരു ചെടിയിൽ തന്നെ കുറച്ച് വെറൈറ്റികൾ ഒരുമിച്ച് ആ രീതിയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതും കൂടി ഒന്ന് നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കണ്ട വെറൈറ്റികളൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കളക്ട് ചെയ്ത് നമ്മൾ ചെറിയ തണ്ടുകളാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. തണ്ടുകൾ നമ്മൾ ഇലകൾ കളഞ്ഞ് അത് ചെത്തി നമ്മൾ സാധാരണ മാവിനും പ്ലാവും ഒക്കെ നമ്മൾ എങ്ങനെയാണോ ബഡ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ഈ ക്രോട്ടോൺ ചെടിയിൽ ബഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചെടി മാറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ചെടിയിലേക്ക് നമ്മൾ ബഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മൂപ്പത്തിയ ചെടികൾ നോക്കി സെലക്ട് ചെയ്യുക. വലിയ തണ്ടുകൾ നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലധികം ചെടികൾ നമുക്ക് ഇതേപോലെ ബഡ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. കോമണായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു വെറൈറ്റി, നമ്മുടെ കയ്യിലുള്ള ക്രോട്ടോൻ്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി മതി നമുക്ക് ബഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, മദർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ അറിയാം, പല വെറൈറ്റി ആയിട്ട് അതിൻ്റെ ലീഫുകൾ കാണാം. ചുവട്ടിലും അരികിലൊക്കെ ആയിട്ട് സ്പ്രെഡായിട്ട് വളർന്ന് കിടക്കുകയാണ്. നിലത്താണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ കണ്ട വെറൈറ്റികളൊക്കെ നമ്മൾ ഈ ഒരൊറ്റ തണ്ട് ചെടിയുടെ ചുവട്ടിന് മുകളിലേക്ക് ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 ഇഞ്ചോളം കനമുള്ള ഒരു ചെടിയാണ്, വലിയ ചെടിയാണ്. ഈ ഒരു ചെടിയിലാണ് നമ്മൾ ഇതേപോലെ പിടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പണ്ട് കാലം തൊട്ടേ നമ്മളെ ക്രോട്ടോൺ ചെടികൾ വളർത്താറുണ്ടെങ്കിലും ഇപ്പോഴാണ് ഈ ഒരു പ്ലാന്റ് ഒന്ന് ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഓരോ ചെടികളും നമ്മൾ തുടക്കത്തിൽ തന്നെ ചെറിയ പോട്ടിലൊക്കെ എടുത്ത് വളർത്തുന്ന സമയത്ത് അതിൻ്റെ ലീഫുകൾ വളർന്നു വരുന്നതും തളിരിലകളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നല്ല ആ ഒരു ഭംഗിയിൽ തന്നെ നമ്മൾ കണ്ടാൽ തന്നെ വാങ്ങിച്ചു പോകുന്ന രീതിയിലുള്ള ചെടികൾ നമ്മൾ ഈ ക്രോട്ടോണിൻ്റെ വെറൈറ്റികളിലുണ്ട്. ഈ ഒരു ചെടിയിൽ പൂക്കളുണ്ടാവുമെങ്കിലും അതിൻ്റെ ഇലകളാണ് ഏറ്റവും നല്ല ഭംഗിയിൽ നമ്മൾ വളർത്തിയെടുക്കാറുള്ളത്. ക്രോട്ടോണിൽ തന്നെ അത്യാവശ്യം ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ലീഫുകൾ ഇതേപോലെ അധികം തിക്ക് ഇല്ലാത്ത ഒരു നീളത്തിൽ ഇതേപോലെ വളർന്നു വരുന്ന ഒരു ലീഫുകളാണ്. അത്യാവശ്യം വെയിലുള്ള ഭാഗത്തും അതേപോലെ തളിരിലകൾ വരുമ്പോൾ നല്ല യെല്ലോ കളറിലേക്ക് വരുന്നു, പിന്നീട് അത് ഗ്രീനായിട്ട് മാറുന്നു, പിന്നെ അത് റെഡിലേക്ക് വരുന്നു. അങ്ങനെ ഓരോ നിറങ്ങളിലായിട്ട് ഈ ഒരു പ്ലാന്റിൽ തന്നെ കുറേ ലീഫുകൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റിൻ്റെ വിശേഷങ്ങളും അതേപോലെ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.